ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പരിക്ക് കാരണം ഒരുപാട് കാലം പുറത്തായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തനായിക്കൊണ്ട് സാന്റോസിന് വേണ്ടി അദ്ദേഹം കളിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് വിവാദങ്ങളിൽ അദ്ദേഹം അകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ലീഗിൽ ഇത്തവണ നേടിയ ഗോളുകളേക്കാൾ കൂടുതൽ യെല്ലോ കാർഡുകൾ നെയ്മർ വഴങ്ങിയിട്ടുണ്ട് എന്ന ഒരു കണക്കാണ് ഇവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ബ്രസീലിയൻ ലീഗിൽ ആകെ 15 മത്സരങ്ങളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 3 ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ 7 യെല്ലോ കാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു റെഡ് കാർഡും അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. നെയ്മറുടെ അവസാനത്തെ 3 യെല്ലോ കാർഡുകളും ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ്. കാരണം മറ്റൊന്നുമല്ല, റഫറിയോട് തർക്കിച്ചതിന്റെ പേരിലാണ് നെയ്മർക്ക് ഇപ്പോൾ യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടേണ്ടി വരുന്നത്. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു. ഇനി സാന്റോസ് അടുത്ത മത്സരം കളിക്കുക പാൽമിറാസിനെതിരെയാണ്. ആ മത്സരത്തിൽ നെയ്മർക്ക് യെല്ലോ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത മത്സരം നെയ്മർക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. അതായത് സസ്പെൻഷനിന്റെ തൊട്ടരികിലാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ ഉള്ളത്. നിരവധി യെല്ലോ കാർഡുകൾ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് ബ്രസീലിയൻ ലീഗിൽ വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. മിക്കതും റഫറിയുമായി കലഹിച്ചതിന്റെ പേരിലാണ്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ നെയ്മർ ജൂനിയർ ഇനി കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.